ഹലോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണേ. അപ്പം ഞാൻ ഇന്ന് 2 വാളയും ഒരു നെമ്മീനും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചു. ഐസൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും വെട്ടാനായിട്ട് തുടങ്ങി. ആദ്യമേ നെമ്മീനാണ്, ചെറിയ നെമ്മീനാണ്. ഇത് നമുക്ക് വറുത്തടിക്കാം. പിന്നെ വാളക്കുട്ടന്മാരെ നമുക്ക് കുടംപുളിയും തക്കാളിക്കയൊക്കെ ഇട്ട് ഒരു മുളകിൽ കറി വെച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് ക്ലീനൊക്കെ ചെയ്ത് വൃത്തിയാക്കി എടുക്കുവാണ് ഞാൻ. ആദ്യമേ നെമ്മീൻ ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞ് വാളയാണ് ക്ലീൻ ചെയ്തത്. വാളയുടെ സൈഡിലത്തെ ചിറക് പറിച്ച് കളഞ്ഞിട്ട് വയറിൻ്റെ ഭാഗം കട്ട് ചെയ്ത് അകത്തുള്ള വേസ്റ്റെല്ലാം എടുത്ത് കളഞ്ഞിട്ട് സ്ക്രബ്ബർ വെച്ച് നല്ലപോലെ തേച്ചാണ് ഞാൻ അതിൻ്റെ പുറത്തുള്ള ഉളുമ്പൊക്കെ കളയുന്നത്. നല്ല വൃത്തിയായിട്ട് കിട്ടും. പിന്നെ നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബറില്ലേ, അപ്പോൾ പാത്രം കഴുകാൻ അത് യൂസ് ചെയ്യത്തില്ല, അത് മീൻ കഴുകാൻ വേണ്ടി മാത്രം ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ അത് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു. അങ്ങനെ കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് പുറത്തു പോയ എൻ്റെ ഭർത്താവ് തിരിച്ചു വരുന്നത്. വരുമ്പോൾ കയ്യിലൊരു കൂട്. അതിനകത്ത് എന്താ, വാള വെട്ടി വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുക. എനിക്ക് കഷ്ടപ്പാടില്ലല്ലോ, വെട്ടിക്കൊണ്ടാണ് വന്നേക്കുന്നതെന്ന്. എന്തു പറയാനാ, ഫ്രിഡ്ജിൽ ഇത്രയും മീൻ ഇരിക്കുമ്പോൾ പിന്നെയും കാശ് കൊടുത്ത് മീൻ വാങ്ങിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമുണ്ടോ ഈ മനുഷ്യന്? അല്ലേ ഒന്ന് വിളിച്ചെങ്കിലും ചോദിച്ചുകൂടെ? ആരോട് പറയാൻ? പിന്നെ എന്ത് ചെയ്യാനാ, അത് ഞാൻ നല്ലപോലെ ഉപ്പൊക്കെ ഇട്ട് മറ്റേ മീൻ കഴുകിയതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തു. അങ്ങനെ അവർ തന്നതിനകത്തും കുറച്ച് ഉളുമ്പ് അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ സ്ക്രബ്ബറിട്ട് തേച്ച് കഴുകി കളഞ്ഞിട്ട് ഞാൻ എല്ലാം പീസായി നമ്മളുടെ വീട്ടിലിരുന്ന മീൻ വെട്ടി പീസാക്കി. മറ്റേത് ഓൾറെഡി പീസ് ആയിരുന്നല്ലോ. അപ്പോഴേക്കും ഒരാൾ മുട്ടയിട്ടിട്ട് കൊക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ കൊട്ട പൊക്കി അവളെ എടുത്ത് മുട്ടയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അവളെ പുറത്ത് കൊണ്ടുവിട്ടു. ആശാത്തികൾ 2 പേരും എൻ്റെ വർക്ക് ഏരിയയിലാണ് മുട്ടയിടാൻ കയറുന്നത്. ഇതുകൂടാതെ വേറെ 2 കോഴികളും എനിക്കുണ്ട്. അവരെ ഞാൻ വഴിയെ പരിചയപ്പെടുത്താം. അപ്പോൾ മീൻ കൂട്ടാൻ വെക്കാൻ വേണ്ടി കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിക്കയൊക്കെ അരിഞ്ഞ് മീൻ കൂട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാനങ്ങ് ചെയ്യാൻ തുടങ്ങി. ഇനിയിപ്പം ഒട്ടും സമയമൊന്നുമില്ല, മീനെല്ലാം വെട്ടി ഒത്തിരി ടൈം പോയി. 1 മണിയാകുമ്പോഴത്തേക്കിനും കുഞ്ഞിനെ പ്ലേ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പോകണം. അപ്പം അതിന് മുമ്പായിട്ട് പെട്ടെന്ന് എല്ലാം ചെയ്യണം. അപ്പം മീൻ വറക്കാനും വെച്ചു. അരി സൈഡിൽ എൻ്റെ തിളയ്ക്കുന്നുണ്ട്. അപ്പം ഇത് മാത്രമല്ലല്ലോ, ഇനി എന്തെങ്കിലും ഒരു വെജിറ്റേറിയൻ കറിയും കൂടെ വെക്കണ്ടേ. അപ്പം ഞാൻ പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് വെണ്ടയ്ക്ക എടുത്തു. പെട്ടെന്ന് ടപ്പേന്ന് അരിഞ്ഞ് മീൻ വറുത്തു. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെച്ചു. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം വാളക്കറി. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷം നാളെ പറയാം.